ഞാനും എൻ്റെ അച്ഛനും കൂടിയിട്ട് കാട്ടുപോത്തിനെ കാണാൻ വന്നേക്കാണ് കേട്ടോ. കാട്ടുപോത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ പീച്ചി ഡാമിലുള്ള കാട്ടുപോത്തിനെയാണ് നമ്മൾ കാണാൻ വന്നേക്കണത്. അപ്പോൾ ഞങ്ങൾ ആദ്യം എൻട്രൻസിൽ കൂടെ കയറിയിട്ട് അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊട്ടവഞ്ചി യാത്രയുണ്ട് കേട്ടോ. കൊട്ടവഞ്ചിയിൽ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുറേ ദൂരം പോകുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ വ്യൂ പോയിന്റിലേക്കാണ് പോയത്. നമ്മൾക്ക് ഫുൾ വ്യൂ കിട്ടാനായിട്ട് ഡാമിലത്തെ. അപ്പോൾ ഇതിൽ കുറേ സ്റ്റെപ്പുകളൊക്കെ കയറാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അച്ഛനും സ്റ്റെപ്പുകൾ എണ്ണീട്ടൊക്കെ ആയിരുന്നു കയറുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോ ഇതിലെത്തുമ്പോഴും അവിടുത്തെ വ്യൂ കാണും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിലേക്ക് പോണതാണ് കേട്ടോ. മുകളിലേക്ക് പോകുമ്പോൾ ഇതിലെത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ 50 സ്റ്റെപ്പ് ഉണ്ട്. അച്ഛൻ എണ്ണീത് തെറ്റി, ഞാൻ എണ്ണീത് കറക്റ്റായിരുന്നു കേട്ടോ. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെയാണ് തെറ്റിയേക്കണേന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോഴും ഒന്നും കൂടി എണ്ണി. അപ്പോഴാണ് അച്ഛനാണ് തെറ്റിയേക്കണേന്ന് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നല്ല കാറ്റാണ്. അപ്പോൾ വെയിൽ നല്ലോണം ഉണ്ടെങ്കിലും നമുക്ക് ആ കാറ്റുള്ള കാരണം അതിനെ പ്രതിരോധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനാണെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി. അപ്പം അച്ഛൻ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് പോവാനേ തോന്നുന്നില്ല അല്ലേ, കാറ്റ് കാരണം നല്ല സുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ്റെ സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് എവിടെയെങ്കിലും ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഒരു പ്രാവും കുട്ടീനെ കണ്ടു കേട്ടോ അവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏറ്റവും അടിയിലേക്ക് വന്നു. ഏറ്റവും അടിയിലേക്കല്ല, അതിൻ്റെ മുകളിലാണ്, ഇത്തിരി മുകളിലാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു ഊഞ്ഞാല് പോലത്തെ സംഭവം. ഇത് ശരിക്കും മരമാണ് കേട്ടോ. നമ്മളുടെ നാച്ചുറലി ഉണ്ടായി വന്നിട്ടുള്ളൊരു സംഭവമാണ്. അച്ഛൻ അതിൽ ബാലൻസ് കിട്ടാത്തതുകൊണ്ട് അച്ഛൻ മറ്റേ സാധാ ഊഞ്ഞാലിന് എണീക്കാനായിട്ട് കുറേ നേരം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടിയിലേക്ക് പോവാണ്. നമ്മളുടെ ഡെസ്റ്റിനേഷൻ കാട്ടുപോത്താണല്ലോ. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ആ കാട്ടുപോത്തിനെ കണ്ടെത്തി ഗൈസ്. നോക്കൂ, അകലേന്ന് കാണുമ്പോൾ ശരിക്കുള്ള കാട്ടുപോത്താന്ന് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ പ്രതിമകളിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ അതിൽ വലിഞ്ഞു കയറി. അപ്പം അച്ഛൻ പറഞ്ഞു അവർ ചീത്ത പറയും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷെ എനിക്കെന്തോ ഇങ്ങനെ ഇത് ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ച് നേരം ഇതിൻ്റെ മേത്ത് ഇരുന്നിട്ടാണ് വന്നത് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഇപ്പോൾ പെയിൻ്റൊക്കെ പോയി, പിന്നെ ചെവിയൊക്കെ പോയി, 2 ഭാഗത്തും ചെവി പോയിട്ടാ. അപ്പം അച്ഛനത് കണ്ടപ്പോൾ വിഷമമായി. എൻ്റെ അച്ഛൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വന്നിട്ടുള്ളതാണ്. അപ്പോഴുള്ള കാട്ടുപോത്താണ് കേട്ടോ അത്. അപ്പം എൻ്റെ അച്ഛൻ വന്നപ്പോൾ തൊട്ട് അതാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാട്ടുപോത്തിനെ കാണണം എന്ന്. അവനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എനിക്കും അതെ കേട്ടോ, എനിക്കും ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഫുള്ള് കയറ്റങ്ങളായിരുന്നു. ഞങ്ങൾ കയറി വയ്യാണ്ടായി ശരിക്ക്. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ഡാമിൽ നിന്ന്.